യൂത്ത് കോൺഗ്രസ് വിമർശനത്തിൽ ഉറച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ സതുദ്ദേശത്തോടെ പറഞ്ഞതാണെന്നും ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നുമാണ് പി ജെ കുര്യൻ വ്യക്തമാക്കുന്നത്. ആരെയും വിമർശിച്ചിട്ടില്ലെന്നും മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാക്കണമെന്നും പി ജെ കുര്യൻ പറയുന്നു. തനിക്കെതിരായ വിമർശനത്തിൽ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പി ജെ കുര്യൻ മറുപടിയുമായി എത്തി. സമൂഹമാധ്യമങ്ങളിലെ പ്രതികരണം കാണാറില്ലെന്നും തന്നെ സാർ എന്ന് വിളിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്നുമാണ് പ്രതികരണം. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പി ജെ കുര്യന് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. ജില്ലാ ആസ്ഥാനത്ത് സമരം നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമരം നടക്കുന്നുണ്ട്. അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളില്ല. സമരത്തിന് ഇതൊക്കെ മതി. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തുകളിൽ സി പി എമ്മിൻ്റെ ഗുണ്ടായുസം അറിയാമല്ലോ, അതിനെ നേരിടണമെങ്കിൽ നമുക്കും കുറേ ചെറുപ്പക്കാർ വേണം. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയോ, സമരത്തിൽ വരുത്തിയാൽ വാർത്ത വരും, ടി വിയിൽ വരും, അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോയി ഓരോ പഞ്ചായത്തിലും അതിന് സമയമുണ്ടല്ലോ. ജയശങ്കറും ആ വിമർശനത്തിന് ശേഷം SFI വാഴ്ത്ത് യൂത്ത് കോൺഗ്രസ് വിമർശിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ വിമർശനങ്ങൾ, ചില പഴയ കേസുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മറുപടിയുമായി പി ജെ കുര്യൻ എത്തുന്നതോടുകൂടി പുതിയ ഒരു ബാറ്റിൽ ഫീൽഡ് രൂപപ്പെടുകയാണോ ജയശങ്കർ? ആശ്മി, യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പി ജെ കുര്യനെ കടന്നാക്രമിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോഴും പി ജെ കുര്യൻ അണുവിണ തെറ്റാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. സതുദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിൽ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഇരുന്നൊരു വേദിയിൽ വെച്ച് ഇത്തരത്തിലൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ചത്. വിമർശനം കേവലം പത്തനംതിട്ടയിലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനെ കുറിച്ചല്ല, പൊതുവിൽ സംസ്ഥാന സാഹചര്യത്തെക്കുറിച്ചാണെന്ന് പി ജെ കുര്യൻ വിശദീകരിക്കുന്നു. ആ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പറയുന്നു. പലയിടങ്ങളിലും മണ്ഡലം കമ്മിറ്റികൾ പോലുമില്ല. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജയിക്കണമെങ്കിൽ, തെരഞ്ഞെടുപ്പിന് നേരിടണമെങ്കിൽ ഈ മണ്ഡലം കമ്മിറ്റികളൊക്കെ വേണം. താൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഈ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നുണ്ട്, ടി വിയിൽ അത് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പുകൾ ജയിക്കണമെങ്കിൽ ഗ്രൗണ്ടിലിറങ്ങി നേതാക്കൾ പണിയെടുക്കണം, യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പണിയെടുക്കണം. അത്തരം പ്രവർത്തനങ്ങൾക്ക് തൻ്റെ എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും പി ജെ കുര്യൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. DCCയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള വിമർശനം നേരത്തെയും ഉന്നയിച്ചിരുന്നു. ആ വിമർശനം ആവർത്തിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഈ യൂത്ത് കോൺഗ്രസിന് പല ഇടങ്ങളിലും ഈ മണ്ഡലം കമ്മിറ്റികൾ നിർജ്ജീവമാണ്, പലയിടത്തും ഇല്ല. സ്വന്തം തൻ്റെ നാട്ടിൽ പോലും മണ്ഡലം പ്രസിഡന്റ് ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൂടി അദ്ദേഹം എന്തായാലും സൂചിപ്പിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത്തരത്തിൽ മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടെ സൃഷ്ടിക്കേണ്ടതില്ലെങ്കിൽ അവയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ്. ആരുടെയും പേരെടുത്തൊരു വിമർശനം താൻ നടത്തിയിട്ടില്ല. പൊതുവിൽ സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസിനെ പുനരുജ്ജീവിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു വിമർശനമാണ് നടത്തിയതെന്നാണ് പി ജെ കുര്യൻ എന്തായാലും പറയുന്നത്. ഈ വിമർശനത്തിന് പിന്നാലെ ഇപ്പോൾ സൗദ്ദേശപരമാണ് എന്ന് പിന്നെ പി ജെ കുര്യനും രമേശ് ചെന്നിത്തലയൊക്കെ പറയുമ്പോഴും പത്തനംതിട്ടയിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്. അവിടെ വിജയ് ഇന്ദുചൂടൻ എന്ന് പറയുന്ന ആ നേതാവിനെ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ കാണുന്ന ഇപ്പോഴൊക്കെയാണ്. അതല്ലാതെ അദ്ദേഹം ഗ്രൗണ്ടിലുണ്ട്, സമരങ്ങളിലുണ്ട്, ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് പണം കയ്യിൽ നിന്നൊക്കെ എടുത്ത് ചിലവാക്കുന്ന ഒരു നേതാവാണ്. നേരത്തെയൊക്കെ വിജയ് ഇന്ദുചൂടൻ്റെ പേര് അവിടുത്തെ രാഷ്ട്രീയ സർക്കിളുകളിൽ വളരെ സജീവമായി പറഞ്ഞു നിൽക്കുന്നൊരു പേരാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വേദിയിരിക്കുമ്പോൾ അവരവിടെ നിർജ്ജീവമാണ് എന്നൊക്കെ കുര്യൻ പറയുന്നത് എന്തുകൊണ്ടാണ് ജയശങ്കർ? അതായത് കാശ്മീർ വിജയ് ഇന്ദുചൂടൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള വിമർശനം പി ജെ കുര്യൻ തുടങ്ങിയത്. നമുക്ക് കാശ്മീർ സൂചിപ്പിച്ചതുപോലെ വീണ ജോർജിനെതിരായ സമരമുഖത്ത് സജീവമായി നിൽക്കുന്ന ഒരു ജില്ലാ അധ്യക്ഷനാണ് വിജയ് ഇന്ദുചൂടൻ. ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാതെ മത്സരിച്ച് കയറിയാണ് അദ്ദേഹം അധ്യക്ഷ പദത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ജില്ലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന എല്ലാ സമരങ്ങളിലും വിജയ് ഇന്ദുചൂടനുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ വീണ ജോർജിനെതിരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കരുതൽ തടങ്കിൽ പോലീസ് ആക്കിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും എല്ലാം തന്നെ നൽകി
നൽകിയതാണ്. വിജയ് ഇന്ദുചൂടനിലൂടെ തുടങ്ങി യൂത്ത് കോൺഗ്രസിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു വിമർശനമാണ് പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അദ്ദേഹം അതിൻ്റെ കോറായി അടിസ്ഥാനപരമായി പറയുന്നൊരു വിഷയം, സംസ്ഥാനത്ത് ആകെ യൂത്ത് കോൺഗ്രസിന് മണ്ഡലം സംവിധാനം പോലുമില്ല, പലയിടങ്ങളിലും ആളില്ല, 25 ആളുകളെ പോലും കൂട്ടാൻ സാധിക്കുന്നില്ല എന്നൊരു ആക്ഷേപം, ഒരു വിഷമമാണ് അദ്ദേഹം പങ്കുവച്ചത്. പല ഫോറങ്ങളിലും ഈ വിഷയം മുമ്പും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു പരിഹാരം ഉണ്ടായില്ല. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇത് ആവർത്തിച്ച് പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ പിന്തുണച്ച് ഇന്ന് രാവിലെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അപ്പോഴും മുതിർന്ന പല നേതാക്കളും പി ജെ കുര്യനെതിരെ നിലപാട് പറയുന്ന സാഹചര്യമാണുള്ളത്. ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഏറ്റവും അങ്ങേ തലത്തിൽ CPM നേതാക്കളെ ആക്രമിക്കുന്നതിന് സമാനമായ രീതിയിൽ ഫേസ്ബുക്കിൽ പി ജെ കുര്യനെതിരെ പോസ്റ്റുകൾ ഇടുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പഴയ കേസുകൾ ഉൾപ്പെടെ കുത്തിപ്പൊക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു പോസ്റ്റ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും അതേ വേദിയിൽ പി ജെ കുര്യന് നൽകിയ മറുപടി, ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിലെന്ന മറുപടി രാഹുൽ ആ ഘട്ടത്തിൽ തന്നെ നൽകുകയുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പി ജെ കുര്യൻ്റെ വിമർശനത്തിനെതിരെ വലിയ അമർഷം ഇതിനോടകം യൂത്ത് കോൺഗ്രസ് മാത്രമല്ല KC ജോസഫ് അടക്കം, ഷാനിമോൾ ഉസ്മാൻ അടക്കം അല്ലാതെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ പ്രത്യക്ഷമായി പിന്തുണമേറ്റത് രമേശ് ചെന്നിത്തലയാണെന്ന് മാത്രം.